സകല തെറ്റുകളും പരിഹരിക്കണമേ. അങ്ങനെ ഇവൻ രക്ഷാതുറമുഖത്തായെത്തുകയും എന്റെ മഹാപുരോഹിതന്മാരുടെ കൂടി ആനന്ദിക്കുവാനിടയാക്കി ചെയ്യണമേ. മോറൻ സ്തുതിയുണ്ട് തിരുനാമത്തെ വാഴ്ത്തേണം. ഞാൻ അർത്ഥിച്ചേരവനുത്തരമേ പീഠയിലെന്നെ സംരക്ഷിച്ച സന്താനങ്ങൾ ഒന്നൊഴിയാത പൂർവന്മാർ മഹിമാവെഴുമീ യാത്രയതിൽ പങ്കാളികളായോരല്ലോ. ആദ്യം സുന്ദരനാം സേത്തും മധ്യേ ധാർമ്മികനാം നോഹും ഈശായി നന്ദനാം ദാവീദ് ദിട്ടൊരടിസ്ഥാനത്തിൽ അവനോടൊന്നിച്ചിന്നാളിൽ സങ്കീർത്തനമായി പാടുന്നേ. നാഥനെ ഞാൻ അതിശം വാഴ്ത്തും. സ്തുതിയുണ്ടെപ്പോഴും സ്വർഗത്തിൽ നിവസിപ്പോനെ. സൃഷ്ടാവാം മശിഹാനാഥ നിങ്ങളയർത്തുന്നു ഞങ്ങൾ ഞങ്ങളുടെ മാനസനേത്രങ്ങൾ. ശ്രീമായും ധ്യാനിപ്പൂ വികലന്മാരാ പാവങ്ങൾ പരദേശികളെന്നിവരെയും മണ്ണിൽ നിന്നും വന്നവരായി വിധി പോലാർത്തിയിടും നിങ്ങൾ. നശ്വരമായുഷ്കാലത്തിൽ ശാന്തതയിൽ കഴിയാനും നിൻ കനിവാൽ പരിശുദ്ധന്മാർത്തൻ മധ്യസ്ഥതയാലവിടുത്തെ സ്നേഹിതരാ നീതി പ്രിയതൻ വസതിയും ഓഹരിയും നേടാൻ അവരോടൊപ്പം ഞങ്ങൾക്കും നാദാഭാഗ്യം നൽകേണം. സങ്കടകരമാകാര്യം ദൈവം മോശയോടുരാ ചെയ്യാൻ അഹരോനിവരെ എത്തിക്കുക നീ ഹോർമലയിൽ. മലയിൽ ചെല്ലുമ്പോൾ നീ അത്ഭുത സംഭവീക്ഷിക്കും. കൽപ്പനലംഘിക്കുകയാലേ മാനവംശപിതാവാദ ഉളവാക്കിയ മരണകാസ പൊതുവിൽ വന്ന കടം മൂലം പാനം ചെയ്യേണ്ടും സമയം പാർക്കുകിലകരോനാസന്നം. കൽപ്പിച്ചതുപോൽ നിബിമോശ തന്നുടെ സോദരനാമഹരോ തൻ സുതനാമേലിയാസ എന്നിവരെ തിരിച്ചു. മോശ നബി കൈകളുയർത്തി
ചെയ്തൊരു നാഴികയം ഗോർത്താലത്ര വിഷാദകരം വൈദിക ചിഹ്നവിഹീനതയിൽ ഹോമാമലയുടെ മൗലിയതിൽ അയ്യോ മരണം പ്രാപിപ്പാൻ നിൽക്കുമൊരഹരോനെ കണ്ട കണ്ണേതും കണ്ണീർ തൂകും കരളേതും കഥനം പോകും. ലേവ്യ പുരോഹിതനഹരോൻ തൻ സംസ്കാരത്തെ മാനിപ്പാൻ പാലിറങ്ങി ചെല്ലുവിനൻ അഗ്നിമയാത്മയന്മാതൻ വ്യൂഹത്തോടുടയോൾ നാഥൻ കൽപ്പിച്ചാലാംഗ്യത്താലെ എബ്രായ ജനക്കൂട്ടത്തിൽ വലിയ വിലാപത്തിനു പകരം ഈറേതാവളനാദത്തോ ബഹുമാന്യൻ സംസ്കൃതനായി കർത്താവേ പരിശുദ്ധിയോടെ നിന്നെ ശുശ്രൂഷിച്ചോനായി കാലികമായി വിരമിപ്പോൾ വിട്ടോനാമി വൈദികന ധാർമ്മിക സിദ്ധ സമേതം നിൻ മണവറയിൽ നൽകാശ്വാസം. സർവേശാസ്തുതിയെന്നേവം കർത്താവേ നിൻ വലഭാഗെ നിലകൊണ്ടത്യുച്ചത്തിലിവൻ കീർത്തിപ്പാനിടയാകേണം. കുരിയിലായിസോ വിനാശത്തിൽ ഉദിക്കപ്പെടുന്ന മൺമേരെ നാശരഹിതരായി എഴുന്നേൽപ്പിക്കുകയും അഴുകിപ്പോയ ശരീരങ്ങളെ മഹത്വത്തോടെ പുനരുത്ഥാനം ചെയ്യിക്കുകയും നിഷ്പക്ഷവും യഥാർത്ഥവുമാകുന്ന ന്യായവിധിയിൽ എല്ലാവർക്കും അർഹമാകുന്ന പ്രതിഫലം നൽകുകയും ചെയ്യുന്നവനായ കർത്താവിനെ സ്തുതി. തന്റെ ദാസനായ പുരോഹിതന്റെ ശവസംസ്കാരം നിർവഹിക്കുന്നതായ ഈ സമയത്ത് ഇവനെ നമ്മെ ഘടകങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും തന്റെ ശ്രേഷ്ഠതയുടെ മഹിമയ്ക്കും യോഗ്യരാക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തനിക്ക് ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാലുകാലങ്ങളിലും സമയങ്ങളിലും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. പ്രധാന പുരോഹിതനും പൂർണ്ണതയോടെ തനിക്ക് പൗരോഹിക സേവനം നിർവഹിക്കുന്നവരെ ശുദ്ധീകരിച്ച് ദിവ്യരാക്കുന്നവനും ഇവിടെയുള്ള ജീവിതത്തിൽ തനിക്ക് ദൈവികമായി പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയവർക്ക് അവിടെയുള്ള ജീവിതത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്നവനും ജീവന്റെ ഉറവയും ഉത്തമദാനങ്ങൾ നൽകുന്നവനുമാകുന്ന മശീഹ നിന്റെ ദാസനും പരിശുദ്ധമായ നിന്റെ രഹസ്യങ്ങളെ ശുശ്രൂഷിച്ചവരുമായ ഈ പുരോഹിത ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നതായ ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഈ താൽക്കാലിക ജീവിതത്തിന്റെ അതിർത്തി കടന്ന് ഇവിടെയുള്ള ശുശ്രൂഷയിൽ നിന്ന് തിരുസന്നിധിയിലേക്ക് ഈ ദാസൻ മാറിയിരിക്കുന്നു. ബഹുമാന്യമായ മരണം അർഹിക്കുന്നവരെ പോലെ ഇവനെ കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധമാലാഖമാരുടെ വിശിഷ്ടഗണങ്ങളാൽ ഇവന്റെ ആത്മാവിനെ സഹായിക്കണമേ. പ്രതികൂല സേനകളാൽ ഇവൻ ബന്ധിക്കപ്പെടുവാൻ ഇടയാകരുതേ. കർത്താവേ, ഇവൻ ധരിച്ചതാകുന്ന പൗരോഹിത്യത്തിനടുത്തതാകുന്ന ആത്മീയ വസ്ത്രങ്ങളുടെ മഹിമയാൽ ഇവിടെയുള്ള ജീവിതത്തിൽ നീ ഇവനെ ബഹുമാനിച്ചതുപോലെ ഇപ്പോൾ അവിടെയുള്ള ജീവിതത്തിൽ എന്തിനും ഇഷ്ടം തോന്നി കൂടുതൽ വിശിഷ്ടമായ ബഹുമതിയിൽ കാണപ്പെടുവാൻ ഇടയാകുമാറാകണമേ. അധ്വാനിച്ചവരെ സന്ദർശിക്കുവാൻ നീ ആഗതനാകുമ്പോൾ സുവിശേഷത്തിലെ ഇരട്ടിയായ താലന്തുകാർക്കുള്ള ഭാഗ്യകരമായ പ്രതിഫലം ഇവന് നൽകണമേ. നികളികൾക്ക് അവകാശപ്പെട്ട രജയിൽ നിന്ന് ഇവനെ രക്ഷിച്ച് നിന്റെ വലത്ത് കൈയുടെ തണലിൽ ഇവൻ വിശ്രമിക്കുവാനിടയാകണമേ. ഇവൻ ശുശ്രൂഷിച്ചതാകുന്ന വിശുദ്ധ കൂദാശകൾ അടങ്ങിയിരിക്കുന്ന ആത്മീയത്വവും ദിവ്യ അനുഭവവും നിമിത്തം ഇവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയ കടിഞ്ഞൂൽ പുത്രന്മാരുടെ സഭയിൽ
പ്രകാശ സന്താനങ്ങളുടെ കൂട്ടത്തിൽ കാണപ്പെടുമാറാകണമേ. ദീർഘദർശിമാരോടും സ്നേഹന്മാരോടും കൂടി ഇവൻ സന്തോഷിച്ച് സത്യവിശ്വാസികളായ കൂദാശാനിഷ്ഠരുടെ കൂട്ടത്തിൽ അവിരാമ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുമാറാകണമേ. ദൃശ്യവും അദൃശ്യവുമാകുന്ന സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും അവയെ നയിക്കുന്നവന് ജീവനുള്ളവരുടെയും മൃതരുടെയും നാഥനും മരണമുള്ളവരായ ഞങ്ങൾക്ക് മരണമില്ലായ്മയെ ക്ഷണിച്ച് വരുത്തി ഭാഗ്യകരമായ ജീവൻ നൽകുന്നവനും മഹത്വമുള്ള രാജ്യം വിവിധ തരത്തിൽ വാഗ്ദാനം ചെയ്തവനും ജീവപ്രദമായ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകിയവനുമാകുന്ന സത്യദൈവവും ഞങ്ങളുടെ പ്രധാന പുരോഹിതനുമാകുന്ന യേശു മശിഹ അളവില്ലാത്തതും അവർണ്ണയവുമായ നിന്റെ കരുണ നിമിത്തം മൺമേലായ മനുഷ്യർ നിന്റെ കൽപ്പനകളുടെ ഇടുങ്ങിയ വഴികൾ കൂടി സഞ്ചരിക്കുവാൻ കഴിവുള്ളവരായി തീർന്ന അവർ തങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് സദാ നിന്നെ അനുഗമിച്ച് ഞങ്ങൾ നിനക്ക് അർഹരാകുന്നുവെന്ന് സ്വയം കാണിച്ചിരിക്കുന്നുവല്ലോ. ആകയാൽ വൃത്തിയില്ലാത്ത നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥനയ്ക്ക് ചെവിചായിക്കണമേ. തിരുസന്നിധിയിലേക്ക് വിളിച്ചു മാറ്റിയിരിക്കുന്ന ഈ നിന്റെ അഭിഷക്തനെ നിന്റെ കരുണയ്ക്ക് അനുയോജ്യമായ നിലയിൽ സ്വീകരിച്ചു കൊള്ളണമേ. ഇവൻ തന്റെ ശരീരത്തെ അതിന്റെ സകല വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി കുരിശിച്ച് രാവും പകലും നിന്റെ ന്യായപ്രമാണങ്ങളിൽ ധ്യാനിക്കുകയും സൗഭാഗ്യകരമായ വിലാപത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. സകല ഭൗമിക മോദങ്ങളെയും പുറത്ത് നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിച്ച് തിരുനാമത്തെ സ്നേഹിച്ചുകൊണ്ട് തന്റെ കുരിശെടുത്ത സ്വർഗത്തെയും ദേശത്തെയും ഉപേക്ഷിച്ച് നിന്റെ കൽപ്പനകളുടെ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിച്ച് ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിക്കുകയും തിരുവിഷ്ടം നിർവഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ബന്ധപ്പെടുകയും ചെയ്തു. ദൈവമായ കർത്താവേ, ഇവയെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വേർപിരിച്ചിരിക്കുന്നതാകുന്ന ഈ ദാസനെ ജീവനെ അവകാശിക്കുന്നവർക്കുള്ള ശുശ്രൂഷയ്ക്കായി നിന്റെ സമാധാനമാലകമാരെ ഏൽപ്പിക്കണമേ. അളവില്ലാത്ത നിന്റെ കരുണ നൽകിക്കൊണ്ട് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ക്രമീകരിക്കപ്പെടുവാനും എന്നാലും നിന്നെ പ്രീതിപ്പെടുത്തിയുടെ കൂട്ടത്തിൽ വിശ്രമമടയുവാനും പ്രധാന പിതാക്കന്മാരുടെ മടിയിൽ ആനന്ദിക്കുവാനും കൽപ്പനയാകുമാറാകണമേ. നിനക്കും വാഴ്ത്തപ്പെടുവാനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. മല്യം താഴ്മ ശുചിത്വം മികവേറിയിടും പരിശീലനവും പൗരോഹിത്യത്തിൻ ആദിയോഗ്യം ലേഖനമെഴുതി പ്രിയരാതീതോസിനും തീതോസിനും ദൈവത്തെ ആചാര്യനുണർവും നടപടിയിൽ പൂർണ്ണതയും വേണം. ഭവനം സഭൈവ ഭരണം ചെയ്തിടുവാൻ വൈഭവവും പാർക്കുമോ രാജത്വവും ആചാര്യത്വവും ഓർത്താൽ മണ്ണിൽ ചിട്ടകളും നിയമങ്ങളും ഉളവാക്കും. രണ്ടുറവ രാജപദത്തിനുമൊരിപ്പു നിയമങ്ങൾ പൗരോഹിത്യ സ്ഥാനത്തിനും സ്വർഗീയമതാ രാജാവേ അധികാരം ഭൂവിൽ വൈദികനോ ഭൂസ്വർഗങ്ങളിലും വൈദിക രാജസ്ഥാനങ്ങളെ മാറി ചോന്തന്റെ മുഴുവാകെ പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധ ധൂപം നിങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ ഉദാസന അനുഷ്ഠിച്ച ഈ ലോകത്തുനിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ പുരോഹിതന്റെ ആത്മാവിന് വേണ്ടി
ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പിശാചുകളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷവാസികളായ ശത്രുക്കൾക്ക് നിന്നും ഇവനെ രക്ഷിച്ച് നിന്റെ പരിശുദ്ധന്മാരുടെ പട്ടണത്തിൽ നിന്റെ മോനെ എത്തിക്കുമാറാകണമേ. ഞങ്ങളോടുള്ള നിന്റെ കരുണയാൽ ഇവൻ ജീവകരമായ ആലയങ്ങളിൽ വസിക്കുകയും ചെയ്യണമേ. നാഥൻ കൽപ്പിച്ചാൽ അമ്രാമിൻ സൂനു മോശയോടന്നേവം പോവുക സോദരനോ സാറും ചേർന്നിപ്പോൾ മൃദിനമകരോനാസന്നം മൂവരുമൊന്നായി കൂടിക്കൊൾ ധന്യോന്യം കർമ്മമനുഷ്ഠിക്ക ബാരക്കുമോ ഉഴവിൻ ചാലിൽ മഴവെള്ളത്തിനാൽ വിത്തുകളെന്നോണം വിഗതന്മാർ കബറിൽ നോക്കി പാർക്കുന്നു ദ്വാരത്തിനാൽ രാജകുമാരൻ തൻ വിളികേറ്റെതിരേറ്റിടാ അവരെത്തി കൈകൊള്ളും പ്രതിദാനം നോരം. ഞങ്ങളുടെ വംശത്തലവന്റെ സൃഷ്ടാവിന് നിന്റെ ഭരണത്താൽ ഞങ്ങളെ ജീവിപ്പിച്ചതിനാൽ നിനക്ക് സ്തുതി. ജ്ഞാനികളെ കണ്ടാലും പരതനായ ഗുരുനാഥൻ മൗനമായി വചനം കൂടാതെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദ്രവ്യം സമ്പാദിക്കരുത്. എന്തെന്നാൽ ഞാനത് മോഹിച്ച് സമ്പാദിച്ചെങ്കിലും അത് ഉപേക്ഷിച്ച് നിന്ദിനായി തീർന്നിരിക്കുന്നു. എന്റെ മൃതശരീരം തണുത്ത് അത് പതിച്ചു കിടക്കുന്നതിനാൽ അത് കാണുന്ന എല്ലാവർക്കും പരിഭ്രമമായി തീരും. എന്നെ കൊണ്ടുപോകുന്നവർ എന്നെ കബറടയ്ക്കുവാൻ തീവ്ര സന്നദ്ധരായി നിൽക്കുന്നു. പാതാളത്തിൽ നാശം ഭവിച്ച് മരിച്ചു കിടക്കുന്നവനെ നിന്റെ നാശത്തെ കുറിച്ച് എന്നെ അറിയിക്കുക. കണ്ടാലും നിന്റെ കൗതുകമുള്ള സ്വരൂപം കബറിനുള്ളിൽ നശിച്ചില്ലാതെയായി പൊടിമണ്ണായി തീർന്നിരിക്കുന്നു. സ്നേഹമേറിയ കണ്ണുകൾ സൂര്യകാന്തി പോലെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഭംഗിയടഞ്ഞ് പ്രകാശം കാണാതെ ഇരുണ്ട് ശൂന്യമായിരിക്കുന്നു. കർത്താവേ ഭാഗ്യം നൽകിയിടേണം. അത്തരുണം വത്സരേ മൗനം പോകെ താങ്യത്താൽ ഞാൻ മറുപടി നൽകിയിടും. ശ്രദ്ധിപ്പിൻ വകതിരിവോടെ നീതിക്കെതിരായി ഞാൻ നിങ്ങളെ നിന്ദിച്ചില്ല. ഞാനേതും സംസാരിക്കായി വായും കാതുകളും കഠിനതരമ്പ് വീശു. ശാശ്വതമാകെ യാനും ചെയ്യും